ഒരു ഒന്നൊന്നര ക്ലൈമാക്സ് ആണ്. നോട്ട് ഫീമെയിൽ ഓറിയന്റഡ് ബട്ട് മേ ബി നവ്യ നായർ ഉണ്ടോണ്ടാണ് ബട്ട് ഇറ്റ് വാസ് നൈസ് മൂവി. നല്ലതാ ഫാമിലി ഓറിയന്റഡ് സിനിമയാണോ? ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ കൊള്ളാവുന്നേ. ഫീമെയിൽ ഓറിയന്റഡ് സിനിമ എന്ന് പറയാൻ പറ്റില്ല. കുഴപ്പമില്ല, നല്ല പടം, ഇഷ്ടപ്പെട്ടു. നല്ല മേക്കിംഗ് ആണ്. കാരണം ആ പടത്തിലൊക്കെ ഭയങ്കര ട്വിസ്റ്റായിരുന്നു. സൗബിൻ ഷഹീറും നവ്യ നായരും കഥാപാത്രങ്ങൾ വളരെ മികച്ചതായിരുന്നു. നല്ല പടം, ഫാമിലിക്ക് കാണാൻ പറ്റിയ നല്ല പടമാണ്. ഇതിൽ അനാവശ്യ ട്വിസ്റ്റൊന്നും ഇല്ലാതെ നല്ല സ്വാഭാവികമായിട്ട് വളരെ ക്ലാരിറ്റിയോടുകൂടി ചെയ്തിരിക്കുന്ന ഒരു പ്രസൻറ്റേഷനാണ്. ഡയറക്ടറിൻ്റെ മികവ് ഈ സിനിമയെ കാണാം. കാരണം സൗബിൻ ഷഹീർ അതിൻ്റേതായ ഒരു നല്ല കഥാപാത്രത്തെ കാഴ്ചവെച്ചിട്ടുണ്ട്. നല്ല പശ്ചാത്തല സംഗീതമാണ്. നല്ല അത്യാവശ്യം രണ്ട് നല്ല പാട്ടുകളുണ്ട്. നല്ല പടമായിരുന്നു. അതെ, വളരെ ബെറ്റർ ആയിരുന്നു. നന്നായി. ഫീമെയിലിൽ ഓറിയൻറ്റഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പലതും ഫീമെയിലുകൾ കുടുംബ ബന്ധങ്ങളിൽ അനുഭവിക്കുന്ന ചില മാനസിക പൊരുത്തങ്ങളൊക്കെ ഇതിനകത്ത് ഈ ഒരു ക്രൈം ത്രില്ലറിൽ വളരെ വിദഗ്ധമായിട്ട് തുന്നിച്ചേർത്തുണ്ട്. അത് അതും അനുഭവിക്കുന്നവർക്ക് ക്ലിക്കാവും. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് സ്ലോ ബേൺ ആയതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കണ്ടിരുന്നാലേ അത് ഇഷ്ടപ്പെടുകയുള്ളൂ. ചിലർക്ക് ചിലപ്പോൾ തുടക്കമൊക്കെ ഇച്ചിരി ബോറടിക്കാം. നല്ല പടമാണ്. കുഴപ്പമൊന്നുമില്ല. നമ്മൾ പടം അത്ര മോശമൊന്നും പറയാൻ പറ്റത്തില്ല, അത്ര നല്ലതൊന്നും പറയാക്കത്തില്ല. എന്നാലും നമുക്ക് ഇപ്പോഴത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കണ്ടിരിക്കാം. പിന്നെ ഒരു പടം എല്ലാവരെ കൊണ്ടൊന്നും പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല. ഒരു സിനിമയൊക്കെ പിടിക്കണമെങ്കിൽ അത് കഴിവ് വേണം. ആ കഴിവ് വേണ്ടേ? പിന്നെ ഇങ്ങനെ പടം വരുന്നത് കൊണ്ടാണ് ഞങ്ങളെ പോലുള്ളവർ വന്നിരുന്ന് കാണുന്നത്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അവസാനത്തെ ക്ലൈമാക്സ് നമ്മളാരും ഉദ്ദേശിക്കുന്ന കണക്കൊന്നുമല്ല. ഒരു ഒന്നൊന്നര ക്ലൈമാക്സ് ആണത്. എല്ലാവരും ഈ പടം കാണണം, അത് വിജയിപ്പിക്കണം. കാരണം ഫീമെയിൽ ഓറിയന്റഡ് സിനിമ എന്ന് പറയാൻ പറ്റില്ല. അവരഭിനയമൊക്കെ ഇപ്പോഴെന്നല്ല, അവർ ഏത് പടത്തിൽ അഭിനയിച്ചാലും അവർക്കുള്ള റോൾ അവർ നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട്. അത് ഈ പടത്തിൽ നിന്ന് മാത്രമല്ല, അവരെല്ലാ പടത്തിലും നല്ല അഭിനയമാണ്. ഞാൻ അവരെ പടങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ എല്ലാവരും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവരും വിജയിച്ച് മുന്നിലോട്ട് വരട്ടെ. ആരും താപ്പോട്ട് പോകണ്ട. ഇങ്ങനെ നല്ല നല്ല സിനിമകൾ വന്നാൽ നമുക്ക് എല്ലാവർക്കും കാണാമല്ലോ, അല്ലേ? കുഴപ്പമൊന്നുമില്ല, നല്ല പടം. എല്ലാവരും കാണണം കേട്ടോ. കാണാനൊക്കെ ഉണ്ട്. കാര്യം ആദ്യമൊക്കെ ഇച്ചിരി ഇതൊക്കെ ആണെങ്കിലും അവസാനത്തെ ക്ലൈമാക്സ് ഒരു ഒന്നൊന്നര ക്ലൈമാക്സ് ആണ്. അതുകൊണ്ട് ആ പടം കാണണം. പിന്നെ നവ്യ നായരായാലും പിന്നെ സൗബിനായാലും പിന്നെ കാന്താരയിൽ ആദ്യ സിനിമയിലെ വില്ലനായിരുന്നു ആ പുള്ളിയൊക്കെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഡിഫറെൻറ്റ് പ്രസൻറ്റേഷനാണ്. മസ്റ്റ് ഒരു ഫാമിലി എൻ്റർടൈനിങ് ഫിലിമാണ്. നോട്ട് ഫീമെയിൽ ഓറിയന്റഡ് ബട്ട് മേ ബി നവ്യ നായർ ഉണ്ടോണ്ടാണ് ബട്ട് ഇറ്റ് വാസ് നൈസ് മൂവി. ഇറ്റ് ഈസ് എ ഫാമിലി മൂവി, നോ ഡൗട്ട്. പിന്നെ നല്ല സൂപ്പർ പടം. ഒന്നുമില്ലെങ്കിലും പുരുഷന്മാർ കണ്ടില്ലെങ്കിലും എല്ലാവർക്കും കാണാനുള്ളൊരു പടമാണ്. എന്നാൽ പോലും സ്ത്രീകളിത് ഈ പടം ഒന്ന് കണ്ടിരിക്കണം. ഒരു ഒന്നൊന്നര പടങ്ങൾ എല്ലാ സ്ത്രീകൾക്കും ഇതൊരു പാഠമാണ്.